ಸಾರಿ ಕತ್ತಲಿಂದ ಏನು ಕಾಣಿಸ್ತಾ ಇಲ್ಲ ತಪ್ಪಾಯ್ತು ಆಯ್ತು ಆಯ್ತು ಜಾಕಿ ಚೇನ್ ಬಂದಿದೆಯಾ ಇಲ್ಲ ನಾನು ಒಬ್ಬನೇ ಬಂದಿದ್ದು ನಾನು ಫಿಲಿಂ ಹೀರೋ ಬಗ್ಗೆ ಕೇಳಿದೆ ಮೊನ್ನೆ ಟಿಕೆಟ್ ತಗೊಳ್ಳೋಕೆ ಟ್ರೈ ಮಾಡಿದೆ ಸಿಕ್ಕಿಲ್ಲ ಏನ್ ಜನ ಅದಿಷ್ಟ ಇವತ್ತು ಸಿಕ್ಕಿದೆ ಶುರುವಾಗಿ ಸುಮಾರು ಟೈಮ್ ಆಯ್ತಾ 5 ನಿಮಿಷ ಆಯ್ತು ದೇವ್ರಿ 5 ನಿಮಿಷ ಆಯ್ತಾ ನೋಡು ಗಿರಿಜೆ ನೀನು ಒಬ್ಳೇನೇ ಕಾರಣ ನಾನು ಆವಾಗಲೇ ಹೇಳಿದೆ 12 ಗಂಟೆ ಫಿಲಿಂ ಶುರುವಾಗಿ ತಿನ್ನಿದೆ ಹೀರೋ ಇಂಟ್ರೊಡ್ಯೂಸ್ ಮಾಡಿದ್ಯಾ ಇದಾದ್ಮೇಲೆ ಹೇಳ್ತೀನಿ ನಾವು ಬರಕ್ಕೆ ಮುಂಚೆ ಏನ್ ನಡೆದು ಯಾಕೆ ಚೇಸ್ You've got to trust me. Will this work? Yes. ഓ പിന്നെ അയാളെന്താ ജാക്കി ചാൻ എങ്ങനെ ബലം പിടിക്കാൻ ഇനി 1.5 മണിക്കൂർ കൂടി ഇതിനകത്തിരുന്ന് ബോറടിക്കണം എങ്ങനെയെങ്കിലും 2 മണി കഴിഞ്ഞിട്ടേ മതിയായിരുന്നു നമ്മുടെ ജാക്കി ചാൻ വാടി ബാക്കി കഥ ചോദിച്ച് വട്ടളക്കാം ಚೇಸ್ಗೆ ಮುಂಚೆ ಆಕ್ಚುಲಿ ಏನ್ ಕಥೆ ನಡೆದು ನಿಮ್ಗೆ ಈಗ ಏನು ಬೇಕಾಯ್ತು ನಂಗೆ ನಾವು ಮಿಸ್ ಮಾಡಿದೆ ಕಥೆ ಬೇಕು ಕಥೆ ಹೊರಗಡೆ ಹೇಳಿದರೆ ನೋಟಿಸ್ ಸಿಗುತ್ತೆ ಆದ್ರೆ ಇಲ್ಲಿ ಕಥೆ ಇರುತ್ತೆ ತಗೊಂಡು ನೋಡಿದ್ರೆ ಕಥೆ ಗೊತ್ತಾಯ್ತಾ പാവം നമ്മളോട് കഥ പറയാൻ അയാൾക്ക് ഇംഗ്ലീഷ് മനസ്സിലായിട്ടില്ലടി ഓ പൊട്ടൻ വെടിക്കെട്ട് കാണാൻ വന്നിരിക്കുക അല്ലേ പൊട്ടൻ വെടിക്കെട്ടെ കാണാൻ വന്നിരിക്കുക അല്ലേ പൊട്ടന്നിന്റെ തന്ത കുടി Yes, sir. 10:45 is the Mumbai flight. I will send the car at 10 o'clock itself. എന്താ മുകുന്ദ വൈകിയത് വണ്ടി ലേറ്റ് ആയോ 3 മണിക്കൂർ പിന്നെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ഞാനൊരു നുൻഷയ്ക്ക് കയറി ഞാൻ നീ വന്നിട്ട് പോകാതിരിക്കായിരുന്നു റഷീദേ 2 ചായ പറഞ്ഞു നീ ഇന്നലെ തന്ന വർക്ക്ഷോപ്പിൽ സൈൻ ചെയ്തിട്ടില്ല ഇന്നൊരു ബില്ലും കൂടി ഉണ്ടാവും പോണ വഴി വർക്ക്ഷോപ്പിലൊന്ന് കയറണം പിന്നെ റേഡിയേറ്റർ ലീക്ക് ആവണുണ്ടോ എന്നൊരു സംശയം ഓടാൻ വയ്യാത്ത പോലെ പ്രശ്നം ചില്ലറ പ്രശ്നം നിന്റെ റൂംമേറ്റ് വേലിക്കുട്ടി വന്നൊരു 200 രൂപ വാങ്ങി ഹോസ്പിറ്റലിൽ പോകാൻ അത്യാവശ്യം പറഞ്ഞു പോകുന്ന പോക്ക് കണ്ടിട്ട് ആശുപത്രിയിലേക്കാണെന്ന് തോന്നുന്നില്ല പക്ഷെ ആളെങ്ങനെയാ സ്മോളിന്റെ ആണോ സ്മോളിന്റെ അല്ല ലാർജിന്റെയാ പക്ഷെ ആൾ അഭിമാനിയാ കയ്യിൽ നിന്ന് കാശ് മുടക്കി കുടിക്കൂല ഞാൻ വരുന്നതിന് മുമ്പ് ഒരു തലശ്ശേരിക്കാരൻ സുലൈമാൻ ആയിരുന്നു കൂടെ ഇങ്ങേരുടെ ഓസിലുള്ള വെള്ളമടി സഹിക്കാണ്ട് അങ്ങേര് വേറെ റൂമെടുത്ത് മാറി ഞാൻ ഈ കഥയൊന്നും അറിയാതെയല്ലേ ചെന്ന് ചാടിക്കൊടുത്ത് നാട്ടിൽ എൻ്റെ വീടിൻ്റെ അടുത്ത പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ വീട് ഒരു സാധു സ്ത്രീയാ അമ്മയ്ക്ക് എന്തെങ്കിലും സഹായത്തിന് ഓടിയെത്താൻ അവരെ ഉണ്ടോ അതോർത്ത ഞാൻ ഇയാളെ സഹിക്കുന്നത് ഓ അത് ശരി അപ്പൊ ആ സെന്റിമെന്റ്സിലാ ഈ തിക്കണ്ടി കയറി പിടിച്ചിരിക്കുന്നത് തോണ്ടി കുപ്പിയുടെ അകത്തേക്ക് കയറി പോവോ ഇത് എവിടുന്നാ വാങ്ങിച്ചത് എവിടുന്നാണോ കേരള ഹോട്ടലിൽ നിന്നാണോ കേരള ഹോട്ടലിൽ നിന്നാ കേരള ഹോട്ടലിന്റെ മുതലാളി നായരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നക്കിയ എന്തു പറ്റി ഈ പൊറാട്ടയിൽ ഒഴിക്കുന്ന കോഴിച്ചാറില് ഒരു തരി കഷ്ണം പോലും ഉണ്ടാവില്ല കഴിഞ്ഞ പ്രാവശ്യം കഴിക്കാൻ പോയപ്പോ ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടാ പോയത് അതെന്തിനാ ചാറില് മുങ്ങി തപ്പാൻ എന്റെ ചേട്ടാ ഒന്ന് പതുക്കെ തിന്ന് എന്തിനെങ്ങനെ ആക്രാന്തം കാണിക്കുന്നേ പയ്യത്തുന്ന വയറ്റ് കുടിക്കില്ലടോ അല്ല രാവിലെ ഡോക്ടറെ കാണാൻ പോയല്ലോ എന്ത് പറഞ്ഞു ഡോക്ടറെ കണ്ടിട്ട് എന്ത് പറയാ തിരിച്ചും മറിച്ചും നോക്കി പിന്നെ എക്സ്റേ എടുക്കേണ്ടി വന്നില്ല ഞാൻ ചർച്ചൂരി കാണിച്ചു കഷ്ടം പിന്നെ വിശപ്പിനുള്ള ഒരു ടോണിക്ക് നാളെ തരാന്ന് പറഞ്ഞു അതെ ആ പൊതിയിൽ 2 പഴമുണ്ട് അതെടുത്തോ എനിക്ക് അതിന്ന് 2 പൊറോട്ട മതി അയ്യാ നീ കഴിച്ചാന്ന് വിചാരിച്ച് ഞാൻ അതൊക്കെ കൂട്ടിക്കൊഴിച്ചു എന്റെ ഈശ്വര 6 പൊറോട്ട കൂട്ടിക്കൊഴിച്ചോ ചേട്ടനൊരു കാര്യം ചെയ്യണേ നാളെ ഡോക്ടർ വിശപ്പുണ്ടാവാൻ ഒരു ടോണിക്ക് തരാന്ന് പറഞ്ഞിട്ടില്ലേ അത് വാങ്ങണ്ട അതെന്താടാ ഞാൻ ആനയെ ഫ്രൈ ചെയ്ത് കൊണ്ടുവരേണ്ടി വരും എവിടെ പോവാൻ എന്നെ പൊക്കടാ ഒരു ദിവസം ഞാൻ പൊക്കും എന്നെ നടത്തടാ വയ്യെങ്കിൽ ഈ പണിക്ക് പോണേ എന്നെ കൊണ്ട് ഇരുത്തടാ ഓടിച്ചു മുടക്കാൻ ഇരുത്തും എന്നെ കിടത്തടാ ഊതി ഞാൻ കെടുത്തും കൈ കഴുകണല്ലേ കൈ കൊണ്ടുപോയി കഴിക്കണേ കാലം നിന്റെ അപ്പ് പോയോ മുന്തട്ടാ ആരാ ഞാനാ റഷീദ് എന്തടാ ഈ നേരത്ത്
ഹൈവേയിലെ ചാമുണ്ടി ഹിലിനപ്പുറത്ത് ഒരു ബാലയക്കാരുടെ വണ്ടി കേടായി. അവരെ കൂട്ടിക്കൊണ്ടുവരാൻ പോണം. ഈ വെളുപ്പം കാലത്തും അവിടെ രാത്രി ഡ്രൈവർമാരില്ലേ? ഇല്ല, എല്ലാരും ഓട്ടം പൊരിക്കുക. നീ പൊക്കോ. ಒಂದೇ ಕಾರ್ ಬಂದಿದೆಯಲ್ಲ? ನಾನು ನಯ ಟ್ರಾವೆಲ್ಸಿಂದ ಬರ್ತಾ ಇದ್ದೀನಿ. ನೀವು ಗಾಡಿ ಕಳಿದ್ರಾ? ಹೌದು, ಒಂದು ಟೆಂಪೋ ಟ್ರಾವೆಲರ್ಗೆ ಹೇಳಿದ್ವಿ. ನಾಯರ್ 3 ಕಾರ್ ಕಳಿಸ್ತೀವಿ ಅಂತ ಹೇಳಿದ್ರು. ಅದು ನೀವ? ಇನ್ನು 2 ಗಾಡಿ ಟ್ರಿಪ್ ಹೋಗಿದೆ, ಬರ್ದಕ್ಕೆ ಲೇಟ್ ಆಗಿದೆ. ಹಾಗ ರಾಂಬಾ ಜೊತೆ ಹುಡುಗಿರ್ನ ಈ ಗಾಡಿನಲ್ಲಿ ಕಳಿಸೋಣ. ಆಯ್ತು. ಏನು, ಬನ್ನಿ ಬನ್ನಿ. ಏಯ್ ಬನ್ನಿ ಬನ್ನಿ, ಗಾಡಿ ಬಂದಾಯ್ತು. ಏಯ್ ರಾಂಬಾಯ್, ಕರ್ಕೊಂಡೋಗಿ. ಏಯ್ ಈ ಗಾಡಿ ಬಂದೈತೆ ಎದ್ದೇಳಿ, ಜಲ್ದಿ ಬನ್ನಿ 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 ಬನ್ನಿ, ಜಲ್ದಿ ಬನ್ನಿ. എടി, നമ്മുടെ ജാക്കി ചാൻ. ഏത് ജാക്കി ചാൻ? അത് തിയേറ്ററിൽ വെച്ച് കണ്ടില്ലേ? ഓ കണ്ടപ്പോ ഡ്രൈവറാണെന്ന് തോന്നിയതേ ഇല്ല. ഏതോ പരസ്യ മോഡലെന്ന് കരുതിയ. ಏಯ್ ಬೇಗ ಹೋಗಿ ಆ ಗಾಡಿ ಕಳಿಸು. ಕಳಿಸ್ತೀನಿ. ಗಾಡಿ ನಿಂತೇನಾ ಅಲ್ಲ ನೀವು ಬಾಡ್ಗೆಕ್ಕೆ ಓಡಿಸ್ತೀರಾ? ಯಾಕೆ, ನಿಮ್ಗೆ ಗಾಡಿ ಬೇಕಾಯ್ತಾ? ಬೇಡ ಬೇಡ, ನಮ್ಗೆ ಬೇಡ സമി. എന്തൊക്കെ പറഞ്ഞാലും ആള് പൊടി സുന്ദരനല്ലേ? പിന്നെ നമ്മുടെ ബാലയിൽ ചേരുന്നോന്ന് ചോദിച്ചേടി. രാത്രിയിൽ പ്രോഗ്രാമിനും പോവാം, പകല് ഡ്രൈവും ചെയ്യാം. ശരിയാ, മാഷി പറഞ്ഞ കേട്ടു അടുത്ത വർഷം രാമായണം കഥയെ ബാലയാക്കാൻ പോണേന്ന്. അതില് ഹനുമാന്റെ വേഷത്തിന് ചേരും. ಅದೇ ಛಾಯ. ಏಕೆ ನಗ್ತಾ ಇದೆ? ಅದು ನನ್ನೆ ವೀಕ್ಲಿನಲ್ಲಿ ಓದಿದ ತಮಾಷೆ ಬಗ್ಗೆ ನಗುತ್ತಾ ಇದೆ. ಇಲ್ಲಿ ಸ್ಟಾಪ್ ಮಾಡಿ, ಇದೇ ನಂದು ಜಾಗ. ಎದ್ದೇಳು, ಮನೆ ಬಂತು. ಹೋಗ, 5 ಗಂಟೆ ಆಗೋಯ್ತು ಕಣ. ಹೋಯ್ತಲ್ಲಪ್ಪ, ನಾಳೆ ನೋಡುವ. ಸರಿ ಸರಿ, ನಾಳೆ ಅಲ್ಲಿ ಮೀಟ್. ആ ഹനുമാൻ വേഷത്തിന്റെ കാര്യം ചോദിച്ചല്ലോ കേട്ടോ. ಇನ್ನು ಎಷ್ಟು ದೂರ ಇದೆ ನಿನ್ ಮನೆಗೆ? 10 ಕಿಲೋಮೀಟರ್ ಇದೆ. ಹನುಮಾನಂಜನ ಸುನು ವಾಯುಪುತ್ರ ಮಹಾಬಲ ರಾಮಿಷ್ಟ. ಹನುಮಾನಂಜನ ಸುನು ವಾಯುಪುತ್ರ ಮಹಾಬಲ ರಾಮಿಷ್ಟ. ಹನುಮಾನಂಜನ ಸುನು ವಾಯುಪುತ್ರ ಮಹಾಬಲ ರಾಮಿಷ್ಟ. ಇಲ್ಲಿ ನಿಲ್ಸು. ಹುಡುಗಿ, ആ ഹനുമാൻ വേഷത്തിന്റെ കാര്യം പറഞ്ഞില്ലേ? എങ്ങനെയുണ്ട്? നമുക്ക് ആലോചിക്കാം. ഞാൻ റെഡിയാ. പന്തം കണ്ട പെരിച്ചാഴി പോലെ നിൽക്കണ്ട, പൊക്കോളൂ. മലയാളിയാ? അല്ല, പഞ്ചാബ്. സോറി. അയ്യോ, ഇത്രയും വലിയ വീട്ടിലെ പെണ്ണെന്തിനാ ബാല കളിക്കാൻ പോകുന്നത്? വട്ടായിരിക്കും. ചിലപ്പോ കലയോടുള്ള ക്രൈസ് ആയിരിക്കും. പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന വഴി ഞാനിവിടെ ഇറങ്ങി. എന്നാ ചേച്ചി, ഏത് തരാനാ വെളുപ്പിനെ ഇറങ്ങിയത്? എപ്പോഴായാലും തരേണ്ടതല്ലേ, കയ്യിലിരുന്ന ചെലവായി പോവും. എന്തേ? അല്ല, ചേട്ടനെങ്ങനെ അകത്ത് കയറി? ഞാനോ? ഞാൻ എന്റെ താക്കോലോട്ട് പൂട്ടി തുറന്ന് അകത്ത് കയറി. അപ്പൊ പിന്നെ പുറത്തുനിന്ന് പൂട്ടി? അത് ഞാൻ. അപ്പൊ പിന്നെ എങ്ങനെ അകത്ത് കയറി? ചേടാ, ഇവന് പറഞ്ഞാലും മനസ്സിലാവില്ലേ? ഞാൻ എന്റെ താക്കോലോണ്ട് പൂട്ട് തുറന്ന് അകത്ത് കയറി. അപ്പോഴാ എനിക്ക് തോന്നിയത് പകലല്ലേ, വാതിലിങ്ങനെ തുറന്നിട്ട് വല്ല കള്ളന്മാരും കയറി എന്തെങ്കിലും എടുത്തോണ്ട് പോയല്ലോ. അപ്പൊ ഞാൻ പുറത്തുനിന്ന് പൂട്ടി. അല്ല, ചേട്ടൻ എങ്ങനെ അകത്ത് കയറി? ഒരൊറ്റടി വിളിച്ചു കള്ള. കഥ ചോദ്യമൊന്നുമില്ല.
അല്ല മോനെ മോനെ പിന്നെ ഞാൻ ചോദിക്കട്ടെ, പിന്നെ നീ എന്താ നേരത്തെ വന്നത്? സാധാരണ രാത്രിയല്ലേ വരാറ്, കാറെടുത്തില്ല? ഇല്ല. അല്ല നീ ഇവിടെ എന്തെങ്കിലും വെച്ച് മറന്നോ? നീ ഇവിടെ ഇരിക്ക്. ഇതെന്താ വല്ലാത്തൊരു തോട്ടോ? ഇന്നെന്താ പതിവില്ലാത്തൊരു സ്നേഹപ്രകടനം? അതൊന്ന് വെള്ളിയാഴ്ചയല്ലേ? വെള്ളിയാഴ്ച എന്താ പ്രാന്തളക്കും? അല്ല നോക്കൂ ഒരു കാര്യം പറയട്ടെ, അതല്ല ഞാൻ പറഞ്ഞുതരാം. അയ്യോ എന്റെ ഷർട്ട്. അതേ കുളിച്ചിട്ട് വന്നപ്പോ മാറാനൊന്നുമില്ല, അപ്പൊ ഞാൻ എടുത്തു കൊടുത്തു. ആരാ ഇത്? ഇത് സരോജിനി. സജു ഇതാ അങ്ങോട്ട് അഴിച്ചു കൊടുത്തു. വേണ്ട, എനിക്ക് വേണ്ട. ആ മുരിങ്ങക്കോല് പോലുള്ള ശരീരം വെച്ചിട്ട് അയാൾ കാമദേവൻ കളിക്കാം. വൃത്തികെട്ടവൻ. മോനെ മോന്ത എനിക്കൊരു കയ്യബദ്ധം പറ്റി, ഈ തവണത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കും. ക്ഷമിക്കല്ല, തൊഴിക്ക വേണ്ടത്. അതെന്താ ആ അണ്ടർവെയർ എന്താ ഇന്നോ മോനെ? നീ എത്ര വേണം തൊഴിച്ചു, അത് കൊള്ളാൻ ഞാൻ തീരാ, പക്ഷെ നീ ഇവിടുന്ന് പോകരുത്. നാണോ ഇല്ലടോ തനിക്ക്? നാട്ടിലൊരു ഭാര്യയെ കെട്ടിക്കാൻ പ്രായമുള്ളൊരു മോളുമില്ലേ? എന്നിട്ട് തന്റെ എല്ലാ തോന്നിയവസരങ്ങളും ഞാൻ ഇതുവരെ സഹിച്ചു. ഇനി വയ്യ. ഇന്നത്തോടെ നിങ്ങളുടെ കൂടെയുള്ള എല്ലാ പുറത്തെയും ഞാൻ നിർത്തി. താമസിക്കാൻ ഇത്തിരി വൃത്തിയും വെടിപ്പും അന്തസ്സും സമാധാനമുള്ള സ്ഥലം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.